തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നും അടിപിടി ബഹളമാണ്. സംഘർഷഭരിതമായ ഇന്നും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് കോൺഗ്രസ് കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിലായിരുന്നു ബഹളം. അതിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, പിന്നെ അപ്പുറത്ത് BJP സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ, ഇവരുമായിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് തല്ലും പിടിവലിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ ഈ ഒപ്പിടുന്നത്, മിനിറ്റ്സ് പിടിച്ചു വലിച്ചു കീറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു ചർച്ച പ്രധാനമായിട്ട് വരുന്നത്, ഈ കഴിഞ്ഞ ദിവസം BJP ഭരണകൂടത്തിനെതിരെ കോൺഗ്രസ്സിലെ ശബരിനാഥൻ ഉൾപ്പെടെ, അതായത് UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് പിന്നീട് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നൊരു നാണക്കേട് ഉണ്ടായത് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. ശരിക്കും എന്താണ്, അങ്ങനെയാണോ ഉണ്ടാവുക? കോൺഗ്രസ് അവിശ്വാസ പ്രമേയമായി മുന്നോട്ട് വരുന്നു. അതൊരിക്കലും നിലനിന്ന് പോകില്ല എന്ന് കോൺഗ്രസിന്, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ്. LDF ഇടതുമുന്നണി കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് പ്രമേയം പാസ്സാക്കാൻ കഴിയുക. അപ്പൊ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ വരുമെന്നൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ K ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു നാണക്കേട് മാറ്റാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. മറുവശത്ത് അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അത് LDFും BJPയും തമ്മിലായിരുന്നു സംഘർഷത്തിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിനെ ചൊല്ലിയുള്ള സംഘർഷം നിയമസഭയിൽ കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്രത്തോളം കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ശിവൻകുട്ടി അടക്കം നിയമസഭയിൽ കാണിച്ച് നമ്മൾ കണ്ടതാണ്. അന്ന് ഭരണപക്ഷത്ത് UDF ആയിരുന്നു. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇന്ന് വരെയും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ BJP കേരളത്തിൽ താമര വിരിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണോ കൊണ്ടുവന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ അകത്ത് ഞാനിപ്പോ ഓർത്തത്, അധികാരത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമ്പോൾ, BJP അധികാരത്തിലേക്ക് എത്തുമ്പോൾ ശബരിനാഥൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എവിടെയെങ്കിലും BJPക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ ചൂണ്ടിക്കാട്ടുന്ന നല്ല പ്രതിപക്ഷമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ നല്ല ജനങ്ങൾക്ക് വേണ്ടി ജനഹിതം അനുസരിച്ച് എന്ത് നിലപാടെടുത്താലും അതിനൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് അത് പ്രതിപക്ഷത്തിരുന്നോട് സാധാരണ ഒരാളും, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയോ വ്യക്തികളോ പറയാത്തൊരു കാര്യമാണ്. അന്ന് ഏറ്റവും കൂടുതൽ ശബരിനാഥിന് കയ്യടി കിട്ടിയതെന്നാണ്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ട ശബരിനാഥ് മറ്റൊരു ശബരിനാഥായിരുന്നു. സാധാരണ വളരെ സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമസഭയിൽ അദ്ദേഹം MLA ആയിരുന്നപ്പോൾ പോലും ടെമ്പർ തെറ്റി സംസാരിക്കുകയോ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഒന്നും തന്നെ, പല സമരങ്ങളും അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്തും സമരങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ പോലും ഇത്രത്തോളം വൈകാരികമായി അദ്ദേഹം സംസാരിച്ചെന്നുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം ടെമ്പർ തെറ്റി സംസാരിക്കുന്ന ശബരിയെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് അത്തരത്തിലൊരു ശബരിയെ കാണാനുള്ള ഇടയുണ്ടായി. അതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന്. മേയർ എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ BJP കോൺഗ്രസിന്റെ കയ്യിലെ തെറ്റാണെങ്കിൽ, ഒരു വിഭാഗം പറയുന്നത് പോലെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ കഴിയാത്തതിലെ തെറ്റാണെങ്കിൽ പോലും നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം മേയറിന് ഉണ്ടായിരുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഭരണപക്ഷത്തിരിക്കുന്ന BJPയുടെ കൗൺസിലർമാർ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് അത്തരം അക്രമം അഴിച്ചുവിട്ടതെങ്കിൽ അതിന് തൊട്ട് മുൻപത്തെ ദിവസം LDFന് എങ്ങനെ, അല്ലെങ്കിൽ ഇടത് സർക്കാരിന്, അല്ലെങ്കിൽ ഇടതു മുന്നണിക്കും എങ്ങനെ ഇത്തരം ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അന്നും അവിടെ സംഘർഷം എങ്ങനെ ഉണ്ടായെന്നൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് ഈ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. കാരണം എല്ലാ മീഡിയകളും ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ വ്യക്തമാണ് ആരാണ് ഈ മിനിറ്റ്സ് പിടിച്ചു വലിച്ച് കീറിയതും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവിധ കാര്യങ്ങളും കറക്റ്റായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ അതിനകത്ത് എന്നിട്ടും പിന്നെ ശബരിനാഥാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് BJP കൗൺസിലർമാർ ഇപ്പോഴും രംഗത്തെത്തുന്നത്. അല്ല, തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും അവിടെ 5 വർഷം കൊണ്ട് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച് വീണ്ടും മറ്റ് കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കേണ്ട BJP ആണ് മറുവശത്ത് സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ മോശം കാര്യം. ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു കോർപ്പറേഷൻ, അല്ലെങ്കിൽ ആ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രനിൽ നിന്നൊരു മോചനം തിരുവനന്തപുരത്തുകാർക്ക് കിട്ടുമ്പോൾ, VV രാജേഷിനെ പോലെ ഒരാൾ വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർമാർക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അല്ല, കാപ്പ കേസിലെ പ്രതിയായ സുഗതനെ തിരിച്ചുവിടുക, ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ജാമ്യം, അല്ലെങ്കിൽ സുഗതന് ജാമ്യം ലഭിക്കണമെങ്കിൽ ഇവർക്ക് ഈ മിനിസ്റ്റർ അല്ലെങ്കിൽ രജിസ്റ്ററിൽ തിരുത്തലുകൾ വരുത്തണം. അതിന് സാധ്യമല്ല എന്നൊരു കാര്യം പറയുകയും ഇതിന്റെ അകത്ത് സ്ത്രീകളെ മിനിറ്റ്സ് മാറ്റിവെക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിച്ച കാര്യം പറയുമ്പോൾ ശബരിനാഥിന്റെ കയ്യിലായിരുന്നു മിനിറ്റ്സ് ബുക്ക്. അത് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന്റെ മുന്നിലുണ്ടായ
ഉണ്ടായിരുന്ന 2 സ്ത്രീകളാണ് അവരുടെ വസ്ത്രങ്ങളിലേക്ക് വീഴുന്നത്. 13 സെക്കൻഡ് ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് മോശമായി തോന്നിയാൽ കേസെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഒരു സ്ത്രീയോട്, അതും കോർപ്പറേഷൻ പോലൊരു അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അകത്ത് പോലും ഇത്തരത്തിൽ അതിക്രമം കാണിക്കുന്നത്. ഇവരെയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളായി നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് നമ്മൾ കണ്ടതാണ് കേരള നിയമസഭയിൽ ശിവൻകുട്ടിയുടെ ആറാട്ട് നടന്ന സമയത്ത് എല്ലാവരും ചോദിച്ചതാണ്, ഇദ്ദേഹത്തെ വിദ്യാഭ്യാസ ആക്കിയപ്പോൾ പോലും ചോദിച്ചതാണ്, ഇദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന്. മറുവശത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇന്ന് ഇത്തരം അതിക്രമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെയോ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അവിടെ തിരുത്തൽ ശക്തിയെ നിൽക്കേണ്ടത് BJP ആണ്. കാരണം ആ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. നിയമസഭയിൽ ഇത്തരത്തിലെ ഒരു കയ്യാങ്കളിയിലേക്ക് പോവുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ BJPക്ക് കഴിയുന്നില്ല? മേയർ എന്തുകൊണ്ട് മൗനമായി ഇരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ മേയർ കുട്ടി ഒരു പരാജയപ്പെട്ട മേയർ ആയിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത്തരം സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയില്ല. പിന്നെ മറുവശത്ത് അതിലും മോശമായിട്ട് പോവുകയാണോ BJPയിലെ ഭരണം എന്നുള്ളതാണ് പറയുന്നത്. അല്ല, മറുവശത്ത് മറ്റൊരു കാര്യമുണ്ട്. അന്നെന്ന് പറയുന്നത് കോൺഗ്രസ് ഇത്ര സ്ട്രോങ് അല്ലെങ്കിൽ കോൺഗ്രസിന് വളരെ കുറച്ച് കൗൺസിലർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ LDFും BJP മാത്രമായിരുന്നു. ഇതിപ്പോ തിരിഞ്ഞു വന്നു. പക്ഷെ കോൺഗ്രസിന് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞ തവണ LDF ആയിരുന്നു ഏറ്റവും വലിയ കക്ഷി. BJPയുടെ അവസ്ഥ അത്ര സുഗമല്ല. അല്ലെങ്കിൽ ആരെങ്കിലും 1-2 പേർ പോയാൽ വീഴാവുന്ന ഒരു നിലയിലും കോൺഗ്രസിന് അത്യാവശ്യം കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടി കൗൺസിലർമാർ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പൊ സ്ത്രീകളെ അടക്കം ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളോടക്കം മോശമായി പെരുമാറാൻ കൗൺസിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലർ ശ്രമിച്ചാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ പറയുന്ന പോലെ സൈബർ ഇടത്തിൽ പറയുന്ന ശബരിനാഥിന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയാത്തതിന്റെ ദേഷ്യം കൊണ്ടാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ആരോടാണ് കാണിച്ചതെന്ന് കണ്ടത്. പിന്നെ ഏറ്റവും ഇതായി തോന്നിയത് ഈ സംഘർഷം നടക്കുമ്പോഴൊക്കെ ആരും വെള്ളം എടുത്തൊഴിക്കുന്നുണ്ട്. ഇതൊന്നും നിയമസഭയിൽ പോലെ ഏറ്റവും കൂടുതൽ സംഘർഷം കണ്ടിട്ടുള്ള നിയമസഭയിലാണ്. അവിടെ പോലും വെള്ളം, ഇത് കോർപ്പറേഷൻ അകത്തേക്ക് തന്നെ വെള്ളം എടുത്തൊഴിക്കുന്നു. ഇത്തരം കാര്യം മിനിറ്റ്സ് ബുക്ക് എന്തായാലും കീറിയിട്ടുണ്ട്. BJPയുടെ ആവശ്യം, ശബരിനാഥ് ആവർത്തിച്ച് പറയുന്നത് BJPയുടെ ആവശ്യം എന്ന് പറയുന്നത് മിനിറ്റ്സ് ബുക്ക് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതെന്തായാലും അവിടെ നടന്നിട്ടുണ്ട്. ഇനി ശബരിനാഥ് ഇതിന് ശേഷം പറഞ്ഞത് BJPയുടെ അതായത് സുഗതന് വേണ്ടിയിട്ട് BJP ചെയ്യുന്ന കൗൺസിലർമാർ ചെയ്യുന്ന ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ പോകില്ല. കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് ശബരിനാഥൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനിയും അടുത്ത ദിവസങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നുള്ളതും കൂടി ഇനി അടുത്ത ദിവസങ്ങളിൽ തെളിയും. കാരണം സുഗതന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ മിക്കവാറും ചെയ്തിട്ടുണ്ടാവുക. അതായത് പ്രതിക്ക് വേണ്ടിയിട്ട് അനുകൂല നിലപാട് ഈ BJP കൗൺസിലർമാർ എടുക്കുക. ഇത് ഇന്നലെയും ഉണ്ടായിരുന്നല്ലോ ഇതിനായിട്ട് ബന്ധപ്പെട്ട സംഭവം. അതായത് LDFന്റെ കൗൺസിലറുമായിട്ട് ഇന്നലെയും അടിപിടിയായിരുന്നു. അവർക്ക് സംഘർഷം ആയത്, അതിന് പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ആശുപത്രിയിലാണ്. ഇന്ന് കോൺഗ്രസിന്റെ കൗൺസിലർമാർ ആശുപത്രിയിലെത്തി. ഇന്നലെ LDFന്റെ കൗൺസിലർമാർ ആശുപത്രിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഭരണം എന്താവും എന്നുള്ള ഒരു എവിടെയും എത്താത്ത ഒരു അവസ്ഥയിലേക്കല്ലേ ഒരു ആശങ്കയുണ്ട്. അത് എവിടെയും എത്താതെ പോകുന്നു അല്ലെങ്കിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് അതിനേക്കാൾ കൂടുതൽ ഇനി BJPയെ ജയിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ ഈ രീതിയിലായിരിക്കും എന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. കാര്യം കേരളത്തിലെ മനസ്സൊക്കെ നമ്മൾ പറയാറുണ്ട്, കേരളത്തിന്റെ മനസ്സൊന്ന് മാറി തുടങ്ങി, കേരളത്തിന്റെ കാറ്റ് BJPക്ക് അനുകൂലമായി വീശാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ ഒരു കോർപ്പറേഷൻ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ, ഒരു ജില്ല മുഴുവനായി ഇവർക്ക് നൽകുകയാണെങ്കിൽ, ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതല ഇവർക്ക് നൽകുകയാണെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താകുമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ശബരിനാഥൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് BJP കാപ്പ കേസ് ചുമത്തി സുഗതനെ അറസ്റ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളായിരുന്നു BJPക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒന്നെന്ന് പറയുന്നത് നിയമപരമായി ജാമ്യത്തിന് ശ്രമിക്കാം, അത്തരം കാര്യങ്ങൾ നിയമപരമായി തന്നെ കോടതിയെ സമീപിക്കാം. അതിനെന്ത് വേണം, ഇത്തരം സംഘർഷങ്ങളിലേക്ക് പോകാതെ ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു. അദ്ദേഹം തെറ്റുകാരനല്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ തെറ്റുകാരനല്ല എന്ന് തെളിയിച്ച് പുറത്തു വരേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുന്നതും തിരുവനന്തപുരം ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്നതും ആയ കാര്യം എന്ന് പറഞ്ഞാൽ സുഗതനെ തള്ളി പറയുക, അല്ലെങ്കിൽ സുഗതനെതിരായ ഒരു നിലപാടെടുക്കുകയായിരുന്നുവെങ്കിൽ അത് BJPക്ക് അനുകൂലമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രതിയും അല്ലെങ്കിൽ ഒരു കാപ്പ കേസ് പ്രതിയും സംരക്ഷിക്കുന്ന പാർട്ടി അല്ല BJP എന്നൊരു മെസ്സേജ് കൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ അവിടെ അത് ചെയ്യാതെ വീണ്ടും സുഗതനെ ചേർത്ത് പിടിക്കുന്നത് കോൺഗ്രസിനും LDFനും അല്ലെങ്കിൽ കോൺഗ്രസിനും ഇടതുമുന്നണിക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ LDFന് കോൺഗ്രസ് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ BJPക്കെതിരെ എഴുതുന്നത്. അതിനുള്ളൊരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് CPM നേതാവ് ശിവൻകുട്ടി നേരിട്ട് സബ് കോർപ്പറേഷനിൽ എത്തിയിട്ട് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് സംബന്ധിച്ചത്. എല്ലാ UDFന്റെ കൗൺസിലർമാർ പരിക്കേറ്റവരൊക്കെ പോയി സന്ദർശിക്കുന്നു, അവര് ഈ BJP കൗൺസിലർമാർക്കെതിരെ പ്രസ്താവന ഇറക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, ശിവൻകുട്ടി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്,
കുട്ടിയെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്നും ട്രോളുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് എത്ര നല്ല കാര്യം സഭയില്. ചെയ്താലും സഭയിൽ ആ വിഷ്വല് കേരളം മറക്കില്ല. അതുകൊണ്ട് ശിവൻകുട്ടി, പിന്നെ ഈ വിഷയത്തിൽ രണ്ടും പ്രതിപക്ഷമാണ്, കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും പ്രതിപക്ഷത്താണുള്ളത്. ഒരിക്കലും യു ഡി എഫും എൽ ഡി എഫും കൂടി കൈകൊടുത്ത് തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുമിച്ച് നിൽക്കില്ല. അങ്ങനെയാണ് എങ്കിൽ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൈ കൊടുത്തുകൊണ്ട് സ്വതന്ത്രന്മാരെ കൂടെ ഒപ്പം കൂട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞു കൊത്തുമെന്നുള്ള ബോധ്യം കൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരുന്നത്. പക്ഷേ പ്രതിപക്ഷമാണ്, ഭരണപക്ഷം ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളിൽ വിമർശിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അവർ ഒരുമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം വരും. ആ സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ. എനിക്കിപ്പോഴും തോന്നുന്നില്ല എൽ ഡി എഫും യു ഡി എഫുമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്നൊരു തോന്നൽ എനിക്കില്ല. പിന്നെ മറുവശത്ത് എല്ലാ കാര്യങ്ങളും റീലാക്കുന്ന ഒരു മേയറാണ് തിരുവനന്തപുരത്തിനുള്ളത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മേയർമാരെ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഒരു മേയർ ബ്രോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മേയർ ഊട്ടി ഉണ്ടായിരുന്നു, ഇപ്പം റീലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേയറാണ്. എന്തുകൊണ്ട് റീൽ മേയറിൽ നിന്ന് അദ്ദേഹം എന്നാണ് റിയൽ മേയറിലേക്ക് എത്തുക? കാര്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെയാണ് ബി ജെ പി മേയർ അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ നോക്കിക്കണ്ടത്. അവിടെയെല്ലാം തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് തെറ്റിയോ എന്നൊരു ചോദ്യം തിരുവനന്തപുരത്തുകാർ അവരോട് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊരു കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു നഗരസഭയിലോ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ലാതെ ഭരിച്ചു പോകുന്നു, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ബി ജെ പി ഭരിക്കുന്നിടത്ത് എല്ലാ ദിവസവും പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം.